തൃശൂരിലെ പ്രശസ്തമായ സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി ഇപ്പോൾ വടക്കാഞ്ചേരിയിലും. ആരോഗ്യരംഗത്ത് 40 വർഷത്തിലേറെ പാരമ്പര്യം. 400-ൽ പരം ടെസ്റ്റുകൾ, 250ഓളം ലാബുകൾ, 1500 പേഷ്യന്റ് സർവീസ് സെന്ററുകൾ. സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി, കോടതിക്ക് പിൻവശം, ഗേൾസ് ഹൈസ്കൂൾ റോഡ്, വടക്കാഞ്ചേരി. കോൺടാക്ട് 7012712910. 663 കുടുംബങ്ങൾക്ക് കൂടി ഭൂമിക്ക് രേഖ. വടക്കാഞ്ചേരി മണ്ഡലം പട്ടയമേള വരടിയം ഗവൺമെന്റ് UP സ്കൂൾ അങ്കണത്തിൽ നടന്നു. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പട്ടയമേള ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി മണ്ഡലത്തിലെ 663 കുടുംബങ്ങൾ പട്ടയങ്ങൾ ഏറ്റുവാങ്ങി ഭൂമിയുടെ ഉടമകളായി. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളിയുടെ അധ്യക്ഷതയിൽ വരടിയം GUP സ്കൂൾ അങ്കണത്തിൽ ചേർന്ന വടക്കാഞ്ചേരി നിയമസഭാ മണ്ഡലം പട്ടയമേള റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഗവൺമെന്റ് ഈ 4 വർഷക്കാലം കൊണ്ട് ഇതിനകം വിതരണം ചെയ്ത് പൂർത്തീകരിച്ചത് 2.25 ലക്ഷം പട്ടയങ്ങളാണ്. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലം കൂടി എടുത്താൽ 4,09,955 പട്ടയങ്ങൾ ഈ സായം സന്ധ്യ വരെ കേരളത്തിൽ നമുക്ക് വിതരണം ചെയ്യാം. 4,09,955 പട്ടയങ്ങൾ എന്നാൽ 4,09,995 പേർക്ക് കൊടുത്ത കേവല രേഖകളല്ല. 2016-ലും 2021-ലുമായി കേരളത്തിൽ 2 ഗവൺമെന്റുകൾ ഒരേ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അധികാരം ഏറ്റെടുക്കുമ്പോൾ ടിവിയിലും പത്രങ്ങളിലും ആ ചിത്രം കണ്ട് ആര് മന്ത്രിയായിട്ട് എനിക്കെന്തു കാര്യം, തമ്പുരാനെ മരിച്ചാൽ കുഴിച്ചിടാൻ ഒരു 6 അടി മണ്ണിന്റെ അവകാശം ലഭ്യമായില്ലല്ലോ എന്ന് കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത 4,09,955 കുടുംബങ്ങൾ ഭൂമിയുടെ അവകാശികളായി എന്നാണ് ഞാൻ പറഞ്ഞത്. പട്ടയമേളയിൽ ആവണൂർ അംബേദ്കർ നഗറിൽ 97 പട്ടയങ്ങളും, ഇത്തപ്പാറയിൽ 21, മയിലാടുംകുന്ന് 2 ഉൾപ്പെടെ 120 മിച്ചഭൂമി പട്ടയങ്ങളും, 43 വനഭൂമി പട്ടയങ്ങളും, 170 ദേവസ്വം പട്ടയങ്ങളും, 298 ലാൻഡ് ട്രൈബ്യൂണൽ പട്ടയങ്ങളും, 4 ഇനാം പട്ടയവും, 28 പുറമ്പോക്ക് പട്ടയങ്ങളും ഉൾപ്പെടെ വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ താമസക്കാരായ 663 കുടുംബങ്ങൾക്ക് പട്ടയങ്ങൾ വിതരണം ചെയ്തു. നേരത്തെ കുമരനെല്ലൂർ, തെലുങ്കർ നഗർ, മുണ്ടത്തിക്കോട്, കുമ്പാരനഗർ, മലാക്ക മിച്ചഭൂമി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ 50 വർഷത്തിലെ സ്ഥിരതാമസക്കാരായ എന്നാൽ ഭൂമിക്ക് രേഖകളൊന്നും ഇല്ലാതിരുന്ന ജനങ്ങൾക്ക് പട്ടയം ലഭ്യമാക്കിയതിന്റെ തുടർച്ചയായാണ് മണ്ഡലം പട്ടയമേള സംഘടിപ്പിച്ചത്. ദശാബ്ദങ്ങൾ പരിഹാരമില്ലാതെയിരുന്ന മണ്ഡലത്തിലെ പട്ടയ പ്രശ്നങ്ങൾ സേവ്യർ ചിറ്റിലപ്പള്ളി MLA നിരന്തരമായി നിയമസഭയിലും ജില്ലാ വികസന സമിതി യോഗങ്ങളിലും ഉന്നയിച്ചിരുന്നു. പട്ടയ വിതരണ നടപടി ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഡിവെസ്റ്റ് ചെയ്തു നൽകുന്ന ഭൂമിയിൽ പട്ടയം നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിച്ചുകൊണ്ട് ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ സർക്കാർ ഉത്തരവിറക്കി. വകുപ്പ് തല നടപടിക്രമങ്ങളിലെ കാലതാമസം ഒഴിവാക്കിയും ജില്ലാ കളക്ടർമാരെ പട്ടയം നൽകുന്നതിന് അധികാരപ്പെടുത്തിയും പുറപ്പെടുവിച്ച ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് തന്നെ ആദ്യമായി കോലഴി ഗ്രാമപഞ്ചായത്ത് വിട്ടു നൽകിയ ഭൂമിയിൽ അനുവദിച്ച വലിയ പറമ്പിലെ 12 പട്ടയങ്ങളും പട്ടയമേളയിൽ വിതരണം ചെയ്തു. പട്ടയ മിഷൻ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി വടക്കാഞ്ചേരി മണ്ഡലം പട്ടയ അസംബ്ലി ചേരുകയും തുടർച്ചയായി MLAയുടെ അധ്യക്ഷതയിൽ തൃശൂർ തലപ്പള്ളി തഹസിൽദാർ, കളക്ടറേറ്റിലെയും താലൂക്കിലെയും അധികൃതർ, വില്ലേജ് ഓഫീസർമാർ, ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അധികൃതർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കുന്ന റിവ്യൂ യോഗങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. യോഗത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS, പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ, വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ PN സുരേന്ദ്രൻ, ആവണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമണി ശങ്കുണ്ണി, കോലഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി വിശംബരൻ, കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK ഉഷാദേവി, അടാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിമി അജിത് കുമാർ, തെക്കങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ, തൃശൂർ തഹസിൽദാർ ജയശ്രീ, ഭൂരേഖ തഹസിൽദാർ ജ്യോതി MC, തലപ്പള്ളി തഹസിൽദാർ MR രാജേഷ്, ഭൂരേഖ തഹസിൽദാർ സന്തോഷ് C, KS സുഭാഷ്, AR ചന്ദ്രൻ, KK രഞ്ജിത്ത്, ബിജു വട്ടുകുളം, CD ജോസ്, CK ബാലകൃഷ്ണൻ, CT ഡേവിസ്, ജെയ്സൺ മാണി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. VCV ന്യൂസ്, ആവണൂർ.
You are watching VCV News.